ഹലോ, വെൽക്കം ബാക്ക് ടു ടിങ്കിൾ ലൂപ്സ്. ഇന്ന് നമ്മൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്, മുല്ലപ്പൂ. മുല്ലപ്പൂ ഇല്ലാതെ നമ്മുടെ മലയാളിക്ക് എന്ത് ഓണാഘോഷമല്ലേ? അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് പോക്കറ്റ് കാലിയാവുന്ന മുല്ലപ്പൂ ചൂടിയാലോ? ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. അതിനുവേണ്ടി ഞാൻ കയ്യിലെടുത്ത് ഒരു എഗ് ഷേപ്പിൽ വിരലിലൂടെ ഇങ്ങനെ ചുറ്റിയെടുത്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കുക. ഇനി ആ ലൂപ്പിനുള്ളിലൂടെ നൂലിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. സ്ലിപ്പ് നോട്ട് റെഡി. ഇനി നമുക്ക് ഹുക്കിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇടാം. അതിനെ ഹുക്കിനെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് യാണിനെ ക്യാച്ച് ചെയ്യുക. ഈ പ്രോസസ്സാണ് യാൺ ഓവർ. യാൺ ഓവർ ചെയ്തതിന് ശേഷം ഹുക്കിനെ സ്ലൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഫസ്റ്റ് ചെയിൻ റെഡി. ഇനി യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ലൂപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പം നമ്മൾ 3 ചെയിൻ ഇട്ടു. ഞാൻ ടോട്ടൽ ഒരു 75 ചെയിനാണ് ഇടാൻ പോകുന്നത്. അങ്ങനെ കൃത്യം നമ്പറൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 75 ചെയിൻ കംപ്ലീറ്റ് ചെയ്തു. ഈ 75 ചെയിനിൽ മുല്ലപ്പൂ ചെയ്താൽ എത്ര നീളം കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 75 ചെയിൻ ഇട്ടാൽ നമുക്ക് ഏകദേശം ഇത്ര നീളം കിട്ടും. നിങ്ങൾക്കിനി നല്ല നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയിൻ്റെ നമ്പർ കൂട്ടിയാൽ മതി. ഒരു 150 ചെയിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീളം കിട്ടും. ഇനി ഹുക്കിനെ പുറത്തെടുത്ത് യാൺ കട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയിനെ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലേക്ക് വേണം നമ്മൾ വൈറ്റ് യാണിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ വൈറ്റ് യാണിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് യാണിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്കിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഈ പുറത്തേക്ക് വലിച്ചെടുത്ത ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് യാൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 3 ചെയിൻ ഇടണം. 1, 2, 3. ഇനി നമ്മൾ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ 5 ഡബിൾ ക്രോഷേ ചെയ്യാൻ പോകുവാണ്. അതിനുവേണ്ടി യാൺ ഓവർ ചെയ്യുക. ഇനി ഹുക്കിനെ ആ സെയിം സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കാണാം. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഹുക്കിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ റെഡിയായി. യാൺ ഓവർ ചെയ്ത് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഹുക്കിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡബിൾ ക്രോഷേ റെഡി. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 5 ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഹുക്കിനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഹുക്കിനെ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം കാണുന്ന ഈ 3 ചെയിനാണ്. ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പ് വിയിലേക്ക് ഹുക്കിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഹുക്കിനെ ഈ ലൂപ്പിനുള്ളിലൂടെ കടത്തി ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പ് വിക്കുള്ളിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇതിനെയാണ് നമ്മൾ പോപ്കോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. കണ്ടിട്ട് ഏകദേശം ഒരു പോപ്കോൺ പോലെ തോന്നില്ലേ? ഇനി ഒരു 3 ചെയിൻ ഇട്ട് കൊടുക്കുക. 1, 2, 3. ഇനി നമ്മൾ ആ 5 ഡബിൾ ക്രോഷേ ഇട്ട് കൊടുത്ത സെയിം സ്റ്റിച്ചിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. അതിനുവേണ്ടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിക്കുക. ഇനി ആ പുറത്തേക്ക് വലിച്ചെടുത്ത ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. സ്ലിപ്പ് സ്റ്റിച്ച് റെഡി. ഇനി നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഹുക്കിനെ അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന നൂലിൻ്റെ അറ്റം കൂടി നമുക്ക് കൂടുതൽ കൊണ്ടുപോകാം. ഇനി യാൺ ഓവർ ചെയ്ത ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി ആ പുറത്തേക്ക് വലിച്ചെടുത്ത ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് മുല്ലമുട്ടിന് ചെയ്ത സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടതിന് ശേഷം ആ സെയിം സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. യാൺ ഓവർ ചെയ്ത് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ റെഡി. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ബാക്കി 4 ഡബിൾ ക്രോഷേ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 5 ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഹുക്കിനെ പുറത്തേക്ക് എടുക്കണം. അതിനുശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പ് വിയുടെ അടിയിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഹുക്കിനെ ഈ ലൂപ്പിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് DCയുടെ ടോപ്പ് വിയുടെ അടിയിലൂടെ ഹുക്കിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പോപ്കോൺ സ്റ്റിച്ച് റെഡി. അതിനുശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ 5 ഡബിൾ ക്രോഷേ ചെയ്ത സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 മുല്ലമുട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് ബാക്കിയുള്ള ഓരോ ചെയിനിലും ഇങ്ങനെ മുല്ലമുട്ട് ഇട്ട് കൊടുക്കണം. ഇനിയുള്ള പാറ്റേൺ നെക്സ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 ചെയിൻ ഇടുക. പിന്നെ 5 ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റും ഫസ്റ്റും ഡബിൾ ക്രോഷേ തമ്മിൽ ജോയിൻ ചെയ്ത് പോപ്കോൺ സ്റ്റിച്ച് ഉണ്ടാക്കുക. പിന്നെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ചെയിനിലും മുല്ലമുട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് ചെയിനിൽ മുല്ലമുട്ടിട്ട് കൊടുക്കാം. അതിനുവേണ്ടി ലാസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 3 ചെയിൻ ഇടാം. 1 2 3. ഇനി ആ സെയിം സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷേ വേണം. അഞ്ച് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഹുക്കിനെ പുറത്തേക്ക് എടുക്കുക. ഇനി ഒന്നാമത്തെ അഞ്ചാമത്തെ ഡബിൾ ക്രോഷേ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു പോപ്കോൺ സ്റ്റിച്ച് ക്രിയേറ്റ് ചെയ്യണം. ഇനി 3 ചെയിൻ ഇട്ട് കൊടുക്കണം. 1 2 3. ഇനി ഡബിൾ ക്രോഷേ ഇട്ട് കൊടുത്ത സെയിം സ്റ്റിച്ചിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിക്കുക. ആ ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഹുക്കിനെ പുറത്തേക്ക് എടുത്ത് നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുല്ലപ്പൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ലൂസ് എൻഡ്സിനെയൊക്കെ ഒന്ന് നീഡിൽ ഉപയോഗിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണം.
ഇന്നത്തെ ക്രോഷ്യ മുല്ലപ്പൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ കൂടുതൽ ക്രോഷ്യ വീഡിയോസിനായി ടിങ്കിൾ ലൂപ്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ക്രോഷ്യ ചെയ്യാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രോഷ്യing.